ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ നിന്നും പ്രഷർ കുക്കറിൽ സിമ്പിളായിട്ട് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം മുട്ട എടുത്തിട്ട് പുഴുങ്ങിയിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളയാണ്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് 2 സവാള, 1 ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതുപോലെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളാണ്. അപ്പോൾ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 2 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ തക്കാളി കുഞ്ഞു ചെറുതായിട്ട് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റൈസിൽ ഇടാൻ വേണ്ടിയിട്ട് ഗ്രാമ്പു, കറുവപ്പട്ട അതുപോലെയുള്ള സാധനങ്ങളും എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ റൈസ് എടുത്തിട്ട് കഴുകിയാണ്, കുറച്ച് നേരം കഴുകി അവിടെ വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്, കുതിർത്ത് വയ്ക്കുന്നുണ്ട്. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് കുറച്ച് നാടൻ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 3 മുട്ട അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പറങ്കിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആവുന്ന രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് മുട്ട മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അടിച്ചത്, പിന്നെ ഞാൻ തക്കാളി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് രണ്ടും വേറെ വേറെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മുട്ട ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് കറുവപ്പട്ടയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടത്. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച തക്കാളി പേസ്റ്റും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി, അത് വേവുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഗരം മസാലയും ചിക്കൻ ബിരിയാണി മസാലയും കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തു. മസാല ഇട്ട് വഴറ്റിയതിന് ശേഷം ഒരു നാരങ്ങയുടെ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് അതിലേക്ക് കുറച്ചാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിക്ക് വേണ്ട, ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് അതൊക്കെ ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്ത മുട്ട അതിലേക്ക് വെച്ചു. എന്നിട്ട് ആവി വരുന്നവരെ നമ്മൾ കാത്തു നിന്നു. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ബിരിയാണിക്ക് വേണ്ട ഒരു സാലഡ് റെഡിയാക്കിയാണ്. അപ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച കുറച്ച് ഉള്ളി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കുനുകുനാന്ന് പറഞ്ഞിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്കാക്കി. പിന്നീട് എടുത്തത് ഒരു തക്കാളിയാണ്. തക്കാളിയും അതുപോലെ കുഞ്ഞു പീസ് ആയിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങയുടെ കുറച്ച് നീരും കൂടി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. തൈരില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങനീരാണ് ഉപയോഗിച്ചത്. അപ്പോൾ അടിപൊളി കോംബോ തന്നെയാണ്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സാക്കിയിട്ട് ഞാൻ അത് റെഡിയാവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചു. അപ്പോഴത്തേക്കും ഇത് ഉപ്പൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി കോംബോ ആണ് കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തു. അങ്ങനെ നമ്മൾ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്, പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡെക്കോർ ചെയ്തതാണ്. അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയ സാലഡും കുറച്ച് അച്ചാറും കൂടി ആയപ്പോൾ കിടു ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എഗ്ഗ് ബിരിയാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.